ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു സ്വീറ്റാണ്. റവ കൊണ്ടുള്ളൊരു സ്വീറ്റ്, റവ ലഡു. റവ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുള്ള സാധനങ്ങൾ, ഇത് റവയാണ്, 1 കപ്പ് റവ, പിന്നെ പാല്, പഞ്ചസാര, തേങ്ങ, മിൽക്ക് മെയ്ഡ്, നെയ്യ്, ഇത് കാഷ്യൂ ബദാം കൂടെ പൊടിച്ച പൊടിയാണ്, ഏലക്ക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റത്തക്ക രീതിയിൽ തീ കുറച്ചിട്ട് കളറ് മാറാത്ത രീതിയിൽ വറുക്കാം. നമ്മുടെ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇത് ചുമന്നൊന്നും പോകരുത്, ജസ്റ്റ് തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. കളറൊന്നും മാറാതെ എടുക്കണം. ഇത് നമ്മൾ മാറ്റിയെടുക്കുകയാണ്, ഇത് ഓഫാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം നിറച്ച് നെയ്യിടുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് റവ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇത് എൻ്റെ കയ്യിലിരുന്ന റവ വറുത്ത റവയായിരുന്നു, എന്നാലും ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. വറുക്കാത്ത റവയാണെങ്കിൽ ഒരുവിധം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് വറുത്ത റവ ആയതുകൊണ്ട് നെയ്യിൽ കിടന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പൊ റവ നല്ല രീതിയിൽ ചൂടായി നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കുകയാണ്. മൊത്തം നമ്മൾ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇത് നല്ല രീതിയിലൊന്ന് പാലിൽ കിടന്നൊന്ന് കുതിർന്ന് വേകട്ടെ. ഇനി ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇടുകയാണ്. ഇനി ഈ പാലും പഞ്ചസാരയും റവയും കിടന്ന് നല്ല രീതിയിൽ ഇതൊന്ന് വഴണ്ട് വരട്ടെ. വെള്ളമൊന്ന് വറ്റി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ കളറ് മാറാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തായിരുന്നു. ആ തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലഡു അങ്ങോട്ട് ചിത്തിയായി പോകും. അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി തേങ്ങ ഒന്ന് ചെറുതായ രീതിയിൽ റോസ്റ്റ് ചെയ്തത്. ഇനി തേങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബദാമും കാഷ്യൂനട്ടും കൂടെ പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റ് തരുന്ന സാധനങ്ങളാണ് ലഡുവിന്. ക്രഷ് ചെയ്ത് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാൻ കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ക്രഷ് ചെയ്തിടുന്നത് നല്ലതാണ്. ഇത് തീർത്തും പൊടിയാക്കിയിട്ടില്ല. ഇത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും 2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കണ്ടൻസ് മിൽക്കും ചേർക്കാം. ഇത് തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടുവാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കാണ്, ഒരു 2 സ്പൂണോളം കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ സമയത്ത് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് അതനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ 2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. അപ്പൊ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര ഞാനിവിടെ 3/4 കപ്പാണ് ഇട്ടത്. ഇപ്പൊ പഞ്ചസാര കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് അര കപ്പാക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ആ മധുരത്തിന് വ്യത്യാസം വരുത്താം. ഇതിപ്പോ ഒരു ആവറേജ് മധുരം ആയിട്ടാണ് ഞാൻ ഈ അളവ് കാണിക്കുന്നത്. ഈ റവ മിശ്രിതം നമ്മൾ ഇതുപോലെ ബോളാക്കിയിട്ടുണ്ട്, നല്ല ലഡു പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകളെല്ലാം ഓരോന്നും ഇതുപോലെ തേങ്ങയിൽ ഇത്
അല്പം ഡ്രൈ ആക്കിയേക്കുന്ന തേങ്ങയാണ്. അതിലൊന്ന് ഇങ്ങനെ ഒതുക്കി 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 എടുക്കാം. ഇങ്ങനെ ഓരോന്നും അങ്ങനെ ആക്കിയെടുക്കാം. ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒന്നും കൂടെ ഉരുട്ടി കൊടുത്താൽ മതി. തേങ്ങ എല്ലാത്തിലും ആയിക്കോളും. ഒന്നും കൂടെ ഇതൊന്ന് ആ ചെറു ചൂടനെ തന്നെ അങ്ങനെ അങ്ങോട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ഇതിൽ പിടിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കിസ്മിസോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അലങ്കരിക്കാം. ഇതുപോലെ കറുത്ത കിസ്മിസ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാഷ്യൂനട്ട് വേണമെങ്കിൽ അങ്ങനെ, അത് വേണമെങ്കിലും അങ്ങനെ വെക്കാം. ഓരോന്നിനും ഇങ്ങനെ ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇത് എല്ലാ ബോളും ഇതുപോലെ തേങ്ങയിട്ട് ഒന്നും കൂടി ഉരുട്ടി എടുക്കാവുന്നതാണ്. പിന്നീട് ഇത് പാലെല്ലാം ചേർന്നത് കൊണ്ട് അധികം ദിവസമൊന്നും ഇത് ഇരിക്കില്ല. പിന്നീട് തേങ്ങയുടെ ആയാലും ജലാംശം പൂർണ്ണമായി നമ്മൾ വറ്റിച്ചിട്ടില്ലല്ലോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഡ്രൈ ആക്കിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അധികം ദിവസമൊന്നും ഇത് ഇരിക്കില്ല. നല്ലൊരു സ്വീറ്റാണിത്.